സുജയ സമരം പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ അച്ഛൻ പ്രതിപക്ഷ നേതാവുമായി ഫോണിൽ സംസാരിക്കുകയാണ്. അവരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടും മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്നുള്ള വാക്ക് പരിഗണിച്ചുകൊണ്ടും സമരം പിൻവലിക്കാനാണ് ഇപ്പോൾ ആ തീരുമാനം. ഇനി ആ വാക്ക് പാലിക്കപ്പെട്ടില്ല എങ്കിൽ, CBI അന്വേഷണം എന്നുള്ള നടപടിയിലേക്ക് പോയില്ല എങ്കിൽ ഇതിനേക്കാൾ വലിയ ശക്തമായ സമരത്തിലേക്ക് കടക്കുമെന്ന് കൂടി പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അവതരിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ ഉറപ്പ് പറഞ്ഞു അല്ലേ? ഉറപ്പ് പറഞ്ഞു CBI അന്വേഷണം. അപ്പോൾ ആലോചിക്കാമെന്നല്ല, ഉറപ്പായിട്ടും. അപ്പോൾ അങ്ങയുടെ ഒരു അഭ്യർത്ഥനയും കൂടി ഉണ്ട് ഇവരോട്. ഞാൻ അവരുടെ 3 പേരെ നടത്തിയിരിക്കുകയാണ്. അവർ 6ാമത്തെ ദിവസമാണ് അവരുടെ ഉപവാസം. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങയുടെയും കൂടി ഒരു അഭ്യർത്ഥന, സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ്റെയും കൂടി ഒരു അഭ്യർത്ഥന വെച്ചുകൊണ്ട് ഞാൻ അവരുടെ സമരം അവസാനിപ്പിക്കുകയും ചെയ്യാണ്. ഞാൻ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യം കൊടുക്കാം. അങ്ങൊന്ന് പറഞ്ഞോളൂ. ഹലോ അച്ഛാ, നമസ്കാരം. പറഞ്ഞു നിങ്ങൾ അവസാനിപ്പിക്കണമെന്ന്. അതെ 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 നമുക്കിതിനകത്ത് രാഷ്ട്രീയമല്ല. അതാ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെയാണ്. അതെ, ഉറപ്പായിട്ടും ഞാനൊന്ന് ജബി മേത്തർ MPയുടെ കൊടുക്കാം. അല്ല, അങ്ങയും കുടുംബവും നിരാഹാരം കിടക്കേണ്ടി വരത്തില്ല. അത് ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾ തന്നെ അത് ഏറ്റവും എക്സ്ട്രീമായിട്ട് കൊണ്ടുപോകും. അങ്ങയും കുടുംബത്തെ നിരാഹാരം കിടത്തുന്ന ഒരു സാഹചര്യം ഞങ്ങൾ ചെയ്യില്ല. അത് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ജബി മേത്തർ MPയുടെ കൊടുക്കാം. ഞാനത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ അങ്ങേക്ക് നൽകിയ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ സമരം നടത്തുകയും ചെയ്യും, നമ്മൾ കോടതിയിൽ പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിശ്വസിക്കണമല്ലോ. അത് നമ്മൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നമ്മളോട് പറയുമ്പോൾ നമ്മൾ അവിശ്വസിക്കണ്ടല്ലോ, നമ്മൾ വിശ്വസിക്കണമല്ലോ. ചെയ്തില്ലെങ്കിൽ നമുക്ക് ആലോചിച്ചാൽ മതിയല്ലോ. പിന്നെ തീർച്ചയായിട്ടും അച്ഛൻ പറയണത് ഇങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഞാനത് വിശ്വാസത്തിലെടുക്കുന്നു. അതുകൊണ്ട് ഇവർ 6 ദിവസം ഇവർക്ക് വയ്യാതിരിക്കുകയാണ്. അവരുടനെ പിൻവലിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് വിഷമവും. ഇനി എങ്ങാനും നടന്നില്ലെങ്കിൽ ഞങ്ങൾ നിരാഹാരത്തിന് ഇറങ്ങും. ഞാൻ പറഞ്ഞ അതാണ് രാഹുൽ പറഞ്ഞത്. നിങ്ങൾ നിരാഹാരത്തിൽ അടക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കില്ല. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങുന്നു.